ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3 കാര്യങ്ങളാണ് പ്രത്യേകിച്ച് നമ്മൾ കണ്ടിന്യൂഷനായിട്ട് ഇന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുക. ആദ്യം നമ്മൾ കോർബയെ പറ്റി പഠിക്കുന്നു. അതിനുശേഷം സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചറിനെ പറ്റിയും സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, ഈ 3 കൺസെപ്റ്റുകളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനിപ്പിച്ചത് കോർബയുടെ തുടക്കത്തിലായിരുന്നു. കോർബ എന്ന് പറയുന്നത് കോമൺ ഒബ്ജക്റ്റ് റിക്വസ്റ്റ് ബ്രോക്കർ ആർക്കിടെക്ചർ എന്നുള്ളതാണ്. ഇത് മിഡിൽ വെയറിന് വേണ്ടിയുള്ള ഒരു സ്പെസിഫിക്കേഷനാണ്, ഒരു സ്റ്റാൻഡേർഡ് ആർക്കിടെക്ചറാണെന്ന് പറയാനായിട്ട് കഴിയും. മിഡിൽ വെയർ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ക്ലയൻറ്റും സെർവറും 2 ലെയറുകളായും അതിന് ഇടയിൽ അവയ്ക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലെയറാണ് മിഡിൽ ലെയർ എന്നറിയപ്പെടുന്ന മിഡിൽ വെയർ. ഈ കോർബയുടെ ഇംപ്ലിമെൻറ്റേഷൻ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് ക്യാൻ ട്രാൻസ്പെറൻ്റ്ലി ഇൻവോക്ക് എ സർവീസ് ഓഫ് ദി സെർവർ. ക്ലയൻറ്റിന് നമുക്ക് സെർവറിൻ്റെ ഒരു സർവീസ്, സെർവർ ഓഫർ ചെയ്യുന്ന ഓബ്ജക്റ്റ് ഓഫർ ചെയ്യുന്ന ഒരു സർവീസ് നമുക്ക് വളരെ ട്രാൻസ്പെറൻ്റായിട്ട് ഇൻവോക്ക് ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. നമ്മൾ ഇൻവോക്ക് ചെയ്യുന്ന സർവീസ് ക്ലയൻറ്റ് ഉൾപ്പെടുന്ന അതേ മെഷീനിൽ ആയിരിക്കും. അതല്ലെങ്കിൽ ആ ക്ലയൻറ്റ് അംഗമായിരിക്കുന്ന അല്ലെങ്കിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന നെറ്റ്വർക്കിൻ്റെ സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമും ആകാം. കോർബയെ സംബന്ധിച്ചിടത്തോളം കോർബ ഓട്ടോമേറ്റ്സ് മെനി കോമൺ നെറ്റ്വർക്കിംഗ് പ്രോഗ്രാമിംഗ് ടാസ്ക്. സാധാരണയായി ഉപയോഗിക്കുന്ന കുറേയധികം പ്രോഗ്രാമിംഗ് ജോലികൾ കോർബ ഓട്ടോമേറ്റ് ചെയ്യുന്നുണ്ട്. കോർബ സ്വതന്ത്രമായിട്ട് ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റ് രജിസ്ട്രേഷൻ, ലൊക്കേഷൻ, ആക്ടിവേഷൻ മുതലായ കാര്യങ്ങളും, ഡീമൾട്ടിപ്ലെക്സിംഗ് റിക്വസ്റ്റ് ചെയ്യുന്ന ജോലികൾ, ഫ്രെയിമിംഗ് ആൻഡ് എറർ ഹാൻഡ്ലിംഗ്, പാരാമീറ്റർ മാർഷലിംഗ് ആൻഡ് ഡീമാർഷലിംഗ് ആൻഡ് ഓപ്പറേഷൻ ഡിസ്പാച്ച്, ഇത്തരത്തിലുള്ള ജോലികൾ ഓട്ടോമേറ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് കോർബയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഇവയൊക്കെ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിംഗ് ജോലികളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമല്ലോ. കോർബയുടെ ഒരു റെഫറൻസ് മോഡൽ നമുക്ക് വരച്ചാൽ ORB എന്ന് പറയുന്ന ഒരു കോമൺ പ്ലാറ്റ്ഫോമും ഒരു ബസ്സും അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന സർവീസസ്, 2 സർവീസുകൾ, ഓബ്ജക്റ്റിൻ്റെ സർവീസസും ആപ്ലിക്കേഷൻ്റെ സർവീസസും, പിന്നെ ഡൊമൈൻ ഇൻ്റർഫേസസും കോമൺ ഫെസിലിറ്റീസും. അടുത്ത സ്ലൈഡുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ORB എന്നും തുടർന്ന് ഒബ്ജക്റ്റ് സർവീസസ്, ആപ്ലിക്കേഷൻ സർവീസസും ഡൊമൈൻ ഇൻ്റർഫേസിനെയും കോമൺ ഫെസിലിറ്റിയെ പറ്റി പറയും. അവ എന്താണെന്ന് ആദ്യമായി നമുക്ക് ORB എന്താണെന്ന് നോക്കാം. ORB എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ബസ് ആണെന്ന് പറയാം. ORB സപ്പോർട്ട്സ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ഡിഫറെൻറ്റ് കോമ്പണൻറ്റ്സ്. ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെടുന്ന കോമ്പണൻറ്റുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ആണ് ORB ഉപയോഗിക്കുന്നത്. നമ്മൾ പടത്തിൽ കണ്ടു, കോമൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ബാക്കിയുള്ള 4 യൂണിറ്റുകളെയും സർവീസസുകളെയും ഇൻ്റർഫേസിനെയൊക്കെ കണക്ട് ചെയ്യാനായിട്ടാണ് ORB ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. ദിസ് ഈസ് സിമിലർ ടു എ ബസ് അല്ലേ. ഇത് അക്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലാരിറ്റി എന്ന അർത്ഥമുള്ളൂ. ദിസ് ഈസ് അക്കിൻ ടു എ ബസ് ഓൺ എ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. സാധാരണയായി നമ്മൾ മൊബൈലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളോ അത് തുറന്നാൽ അതിനകത്ത് കാണാൻ കഴിയുന്ന ഒരു ബോർഡുണ്ട്, എല്ലാ യൂണിറ്റുകളെയും ബന്ധിപ്പിക്കുന്ന ബോർഡ്. അതിന് നമ്മൾ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് എന്നാണ് പറയുന്നത്, PCBs എന്ന് പറയും. ഓൺ വിച്ച് ഡിഫറെൻറ്റ് ഹാർഡ്വെയർ കോമ്പണൻറ്റ്സ് കമ്മ്യൂണിക്കേറ്റ്. കമ്പ്യൂട്ടർ തുറന്നാലും കാണാൻ പറ്റിയൊരു ബോർഡ്. ആ ബോർഡിലാണ് ബാക്കി എല്ലാ ഡിവൈസും അറ്റാച്ച് ചെയ്യുന്നതെന്ന് കാണാനായിട്ട് കഴിയും. ആ ബോർഡിൻ്റെ പുറകിൽ നോക്കി കഴിഞ്ഞാൽ കുറേയധികം അത് മെറ്റൽ കൊണ്ടുണ്ടാക്കിയ കണക്ഷൻസ് കാണാനായിട്ട് കഴിയും. ആ ബോർഡിനെ പറയുന്നതാണ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എല്ലാത്തിലും അത് ഉണ്ടായിരിക്കും. അതിൻ്റെ വലിപ്പച്ചെറുപ്പം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ORB ഹാൻഡിൽ ചെയ്യുന്നത് പ്രധാനമായിട്ടും ക്ലയൻറ്റ് റിക്വസ്റ്റാണ്. ഒരു സർവീസ് ആവശ്യമായിട്ട് വരുമ്പോൾ ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് വയ്ക്കുന്നു. ആ റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ORB ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫൈൻഡിങ് ആൻ ഓബ്ജക്റ്റ് ദാറ്റ് ക്യാൻ ഇംപ്ലിമെൻറ്റ് ദ റിക്വസ്റ്റ്. ഒരു റിക്വസ്റ്റ് സ്വീകരിക്കുക മാത്രമല്ല, ഈ റിക്വസ്റ്റ് കൃത്യമായി പരിഹരിക്കാൻ കഴിയുന്ന ആളാരാണ്, ആ ഓബ്ജക്റ്റിനെ കണ്ടുപിടിക്കുന്നതും ഈ ORBൻ്റെ ഉത്തരവാദിത്വമായി മാറുന്നു. ഉദാഹരണം, ഒരു ഓഫീസിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് ഓഫീസിൽ ഒരാൾ കാണാം. ആ ഫ്രണ്ട് ഓഫീസിലെ ആളിൻ്റെ ഉത്തരവാദിത്വമാണ് നിങ്ങളെ ഏത് സെക്ഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യുക, നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചിട്ട് കൺസേൺഡ് സെക്ഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളത്.
അതുപോലെ തന്നെ ORB ആ ഉത്തരവാദിത്വം ഇവിടെ നിർവഹിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അതുപോലെ പാസിംഗ് ഇറ്റ് പാരാമീറ്റർ പാസ് ചെയ്യുക, ഇൻവോക്കിംഗ് മെത്തേഡ്സ് ഇൻവോക്ക് ചെയ്യുക, ഈ ഇൻവോക്ക് ചെയ്ത ഒരു റിസൾട്ട് ഉണ്ടാകുമ്പോൾ ആ റിസൾട്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വങ്ങളൊക്കെ ഈ ORB നിർവഹിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്ലയൻറ്റ് ഡസ് നോട്ട് ഹാവ് അവെയർ ഓഫ് വെയർ ദ റിക്വസ്റ്റ് സെർവർ ഓബ്ജക്റ്റ് ഈസ് ലൊക്കേറ്റഡ്. ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്ലയൻറ്റ് ഇതിനെപ്പറ്റി അറിയേണ്ട കാര്യമില്ല. എവിടെയാണ് സർവീസ്, നിങ്ങൾക്ക് ആവശ്യമുള്ള സർവീസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണ്ട. ORBയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നതെന്ന് അറിയണ്ട, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയണ്ട, ഓർ എനി അതർ ആസ്പെക്ട് ദാറ്റ് ആർ നോട്ട് പാർട്ട് ഓഫ് ഒബ്ജക്റ്റ് ഇൻ്റർഫേസസ്. ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല. ഒബ്ജക്റ്റ് ഒരു കാര്യത്തിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു, അതിന് വേണ്ടി റിക്വസ്റ്റ് നടത്തി കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു ഓഫീസിൽ ചെല്ലുന്നു, ബാങ്കിൽ ചെല്ലുന്ന ഒരു സർവീസ്, നിങ്ങൾക്ക് പണം എടുക്കാനായിട്ട് ഒരു റിക്വസ്റ്റ് നിങ്ങൾ കൊടുക്കുന്നു, നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുക്കുക, പണം കിട്ടിയോന്ന് മാത്രം അറിയുക. അല്ലാതെ അതിനകത്ത് ഏത് വഴിയിലൂടെയാണ് ഇത് പോകുന്നത്, ആരുടെയൊക്കെ കയ്യിലൂടെ പോകുന്നത്, എങ്ങനെയാണ് എനിക്കത് ക്യാഷ് എടുക്കാൻ കഴിയുന്നത്, നമ്മളിതിനെപ്പറ്റി അറിയേണ്ട കാര്യമില്ല. അതൊക്കെ നോക്കാനായിട്ടകത്താണ്. ഇവിടെ ഓബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്ലയൻറ്റ് ഓബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ക്ലയൻറ്റിന് റിക്വസ്റ്റ് കൊടുക്കുക മാത്രമേ ഉത്തരവാദിത്തമായി മാറുള്ളൂ. ഇനി അടുത്ത നമ്മൾ കാണുന്ന ഡൊമൈൻ ഇൻ്റർഫേസ് എന്താണെന്ന്, അതാണ് അതിൻ്റെ ആ പിക്ചറിൻ്റെ മേളിൽ നമ്മൾ കൊടുത്തിരുന്നു. ദ ഇൻ്റർഫേസസ് പ്രൊവൈഡ് സർവീസസ് പെർട്ടൈനിങ് ടു എ സ്പെസിഫിക് ആപ്ലിക്കേഷൻ. ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ ഡൊമൈനിനെ പറ്റിയുള്ള ഇൻ്റർഫേസ് അത് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻ്റർഫേസാണ് ഡൊമൈൻ ഇൻ്റർഫേസസ്. സെവറൽ ഡൊമൈൻ സർവീസസ് ഹാവ് ബീൻ ഇൻ യൂസ് ഇൻക്ലൂഡിംഗ് മാനുഫാക്ചറിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻ, മെഡിക്കൽ ആൻഡ് ഫിനാൻസ് ഡൊമൈൻസ്. അല്ലെ, പലതരം സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അവയൊക്കെ തന്നെ പലതരം ഡൊമൈൻ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. പിന്നെ നമ്മൾ വരുന്നത് ഓബ്ജക്റ്റ് സർവീസ് എന്താണെന്ന് അടുത്തിട്ട് പഠിക്കാം. ദീസ് ആർ ഡൊമൈൻ ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർഫേസസ് ദാറ്റ് ആർ യൂസ്ഡ് ബൈ മെനി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. അപ്പോൾ ഡൊമൈൻ ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർഫേസുകളാണ് ഓബ്ജക്റ്റ് സർവീസസ് എന്ന് പറയുന്നത്. സാധാരണയായി ഡിസ്ട്രിബ്യൂട്ടഡ് ഓബ്ജക്റ്റ് പ്രോഗ്രാംസ് ഉപയോഗിക്കും. 2 എക്സാമ്പിൾസ് ഓഫ് ഓബ്ജക്റ്റ് സർവീസസ് ദാറ്റ് ഫുൾഫിൽ ദിസ് റോൾ ആർ ആസ് ഫോളോസ്. ഒന്ന് നെയിമിംഗ് സർവീസാണ് ഒരു സർവീസ്, ഓബ്ജക്റ്റ് സർവീസിൽ പ്രധാനപ്പെട്ടത്. നെയിമിംഗ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൗസ് ക്ലയൻസ് ടു ഫൈൻഡ് ഓബ്ജക്റ്റ് ബേസ്ഡ് ഓൺ നെയിം. നിങ്ങൾക്ക് ഒരു നെയിം കൊടുത്ത് സെർച്ച് ചെയ്യാനായിട്ട് കഴിയും, ഓബ്ജക്റ്റിനെ സെർച്ച് ചെയ്യാനായിട്ട് കഴിയുന്നുള്ളതാണ് അത്തരത്തിലുള്ള ക്ലയൻറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നെയിമിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നെയിമിംഗ് സർവീസ് ഈസ് ഓൾസോ കോൾഡ് വൈറ്റ് പേജ് സർവീസ് എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ പേര് കൊടുത്ത് നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് കഴിയുന്നുള്ളൂ, ഓബ്ജക്റ്റുകളെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ പേരിലുള്ള ഓബ്ജക്റ്റുകളെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഓരോ ഒബ്ജക്റ്റ് സർവീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒബ്ജക്റ്റ് സർവീസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് സർവീസസ് ആണ്. അത് വ്യത്യാസം അലോസ് ക്ലയൻസ് ടു ഫൈൻഡ് ഓബ്ജക്റ്റ് ബേസ്ഡ് ഓൺ ദെയർ പ്രോപ്പർട്ടി. ഇപ്പോൾ നേരത്തെ പേരിനെ ആസ്പദമാക്കി നമുക്ക് ഓബ്ജക്റ്റുകളെ കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നെങ്കിലും ട്രേഡിംഗ് സർവീസസിനകത്ത് വരുന്നത് പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. നെയിമിംഗ് സർവീസിന് വൈറ്റ് പേജ് സർവീസ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ട്രേഡിംഗ് സർവീസിന് യെല്ലോ പേജ് സർവീസ് എന്ന് പറയുന്നു. പണ്ട് കാലത്തൊക്കെ ടെലികോമിൻ്റെ ഡയറക്ടറി ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് കുറേ യെല്ലോ പേജ് ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ട് അത് ക്ലാസിഫൈ ചെയ്യുന്നത് കൊണ്ടായിരിക്കും അതിന് യെല്ലോ പേജസ് എന്നറിയപ്പെട്ടതെന്ന് കാണാൻ കഴിയും. യൂസിങ് ട്രേഡിംഗ് സർവീസ് ആസ് എ സ്പെസിഫിക് സർവീസ് ക്യാൻ ബി സെർച്ച്. അപ്പോൾ ട്രേഡിംഗ് സർവീസ് നമുക്ക് ട്രേഡിംഗ് പോലുള്ള സ്പെഷ്യൽ സർവീസസിൻ്റെ ബേസിൽ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് കഴിയുന്നുള്ളതാണ്. This is similar to searching service such as automobile repair shop in an yellow page service. അല്ലേ, അപ്പോഴങ്ങനെ ടെലിഫോൺ ഡയറക്ടറിയിൽ യെല്ലോ പേജുകൾ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം ഓട്ടോമൊബൈൽ റിപ്പയറിങ്ങിന് വേണ്ടിയുള്ള ഷോപ്പുകൾ ഏതൊക്കെയുണ്ട് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് യെല്ലോ പേജസിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയാവുന്നതാണ്. അപ്പോൾ പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ട് ഇവിടുത്തെ പ്രോപ്പർട്ടി എന്താണ്, ഓട്ടോമൊബൈൽ റിപ്പയറിംഗ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രോപ്പർട്ടി. അതുപോലെ മറ്റിടത്താണെങ്കിൽ ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ പേരുള്ള ഒബ്ജക്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. There can be other services which can be provided by object services such as security service, life cycle services ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ഒബ്ജക്റ്റ് സർവീസിന് കഴിയുമോ എന്ന് കാണാനായിട്ട് കഴിയും. അടുത്ത് വരുന്നത് കോമൺ ഫെസിലിറ്റീസ് ആണ്. ഇവയൊക്കെ തന്നെ നമ്മുടെ ആർക്കിടെക്ചറിൻ്റെ ആ ഡയഗ്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞു വരുന്നത്. ലൈക്ക് ഓബ്ജക്റ്റ് സർവീസ് ഇൻ്റർഫേസസ്, these interfaces are also horizontally oriented, but unlike object services they are oriented towards end user application. Common services സാധാരണയായി end user ആപ്ലിക്കേഷനുമായിട്ട് ഓറിയൻറ്റ് ചെയ്തിട്ട് ഉള്ള പ്രോഗ്രാംസ് ആണ് കോമൺ സർവീസ് എന്ന് കാണാൻ കഴിയും. An example of such facilities ഡിസ്ട്രിബ്യൂട്ടഡ് ഡോക്യുമെൻ്റ് കോമ്പണൻറ്റ് ഫെസിലിറ്റിയാണ് നമുക്ക് ഈ കോമൺ ഫെസിലിറ്റിയുടെ എക്സാമ്പിളായിട്ട് കാണാനായിട്ട് കഴിയുക. എ കോമ്പണൻറ്റ് ഡോക്യുമെൻ്റ് കോമൺ ഫെസിലിറ്റി ബേസ്ഡ് ഓൺ ഓപ്പൺ ഡോക്ക്. സാധാരണയായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു തരം ഡോക്യുമെൻറ്റിൽ നിന്നിട്ട് ഇപ്പോൾ വേർഡിനകത്ത് ഇരുന്നിട്ട് നമുക്ക് എക്സലിൻ്റെ ഒരു സാധനം പേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം.
പലപ്പോഴും ഒരു ആപ്ലിക്കേഷൻ ഇരുന്നിട്ട് വേറൊരു ആപ്ലിക്കേഷൻ അതിനകത്ത് ഉപയോഗപ്പെടണമെങ്കിൽ അവിടേക്കാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡോക്യുമെൻറ്റ് കോമ്പണൻറ്റ് ഫെസിലിറ്റിയുടെ ഉപയോഗം വരിക. DDCF അലോസ് ഫോർ പ്രസൻറ്റേഷൻ ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് ഓബ്ജക്റ്റ് ബേസ്ഡ് ഓൺ ഡോക്യുമെൻറ്റ് മോഡൽ. ഡോക്യുമെൻ്റ് മോഡൽ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാനായിട്ട് ഒരു ഓബ്ജക്റ്റിൽ നിന്ന് വേറൊരു ഓബ്ജക്റ്റിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയും. ഫോർ എക്സാമ്പിൾ ഫെസിലിറ്റേറ്റിംഗ് ദ ലിങ്കിങ് ഓഫ് എ സ്പ്രെഡ്ഷീറ്റ് ഓബ്ജക്റ്റ് ഇൻ ടു എ റിപ്പോർട്ട് ഡോക്യുമെൻ്റ് അല്ലേ. അപ്പോൾ നമ്മളൊരു വേർഡ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നു, ആ റിപ്പോർട്ടിനകത്തേക്ക് ഒരു എക്സൽ ഷീറ്റ് ലിങ്ക് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അതിനെനിക്ക് സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ DDCFൻ്റെ പ്രത്യേകത. അവസാനമായിട്ട് നമ്മൾ വരുന്നത് ആപ്ലിക്കേഷൻ ഇൻ്റർഫേസസ് ആണ്. ദീസ് ആർ ഇൻ്റർഫേസ് ഡെവലപ്ഡ് സ്പെസിഫിക്കലി ഫോർ എ ഗിവൺ ആപ്ലിക്കേഷൻ. ഒരു പ്രത്യേക ആപ്ലിക്കേഷന് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഇൻ്റർഫേസുകളാണ് ഈ ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇനി കോർബ ORBയുടെ ഒരു സ്ട്രക്ചറാണ് നമ്മൾ നോക്കുന്നത്. ORBയിൽ എന്തൊക്കെയുണ്ട്? ഇപ്പോൾ ORBയെ പറ്റി കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽ പഠനമാണ് ഇവിടെ നോക്കുന്നത്. റെപ്രസെൻറ്റേഷൻ ഓഫ് ഫിഗർ സിംപ്ലിഫൈഡ് സിൻസ് ഇറ്റ് ഡസ് നോട്ട് ഷോ ദ വേരിയസ് കോമ്പണൻറ്റ് ഓഫ് ORB. നമ്മൾ നേരത്തെ അതിനകത്ത് ORBയുടെ വിവിധ കോമ്പണൻറ്റ് നേരത്തെ ഡയഗ്രത്തിനകത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ട് കോർബ ORBയുടെ ആർക്കിടെക്ചറാണ് നോക്കുന്നത്. ORBക്കകത്ത് മറ്റെന്തൊക്കെ വരുന്നുണ്ട്. ORB മസ്റ്റ് സപ്പോർട്ട് എ ലാർജ് നമ്പർ ഓഫ് ഫങ്ഷൻസ് ഇൻ ഓർഡർ ടു ഓപ്പറേറ്റ് കൺസിസ്റ്റൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. അപ്പോൾ എഫക്റ്റീവായും കൺസിസ്റ്റൻ്റായിട്ടും വർക്ക് ചെയ്യാനായിട്ട് അത് ഉപയോഗപ്പെടുത്തുന്ന പലതരം ഫങ്ഷനുകളുണ്ട് ORBക്കകത്ത്. ORB ഇംപ്ലിമെൻറ്റ്സ് മച്ച് ഓഫ് ദീസ് ഫങ്ഷനാലിറ്റി. ഈ ഫങ്ഷനുകളൊക്കെ തന്നെ ORB ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ആസ് പ്ലഗബിൾ മോഡ്യൂൾസ് ടു സിംപ്ലിഫൈ ദ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ORB ആൻഡ് ടു മേക്ക് ഇറ്റ് എഫിഷ്യൻറ്റ്. അപ്പോൾ അത്തരത്തിലുള്ള ആവശ്യമുള്ള ഫങ്ഷൻസിനെയൊക്കെ തന്നെ പ്ലഗബിൾ മോഡ്യൂളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം പ്ലഗബിൾ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ വേറൊരു ഒബ്ജക്റ്റുമായിട്ട് പ്ലഗ് ചെയ്യാൻ പറ്റുന്ന, അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഒബ്ജക്റ്റിന് വേറൊരു ഒബ്ജക്റ്റിനെ സിമ്പിളായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇംപ്ലിമെൻറ്റേഷനും എളുപ്പമാകുന്നു. അതോടൊപ്പം നമുക്ക് വളരെ എഫിഷ്യൻ്റായിട്ട് ഓബ്ജക്റ്റുകളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയുന്നു എന്ന് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ ORB ബസ്സിൽ നമ്മൾ ORB നേരത്തെ ഡയഗ്രത്തിനകത്ത് ഈ ORB കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പക്ഷേ ORBയുടെ ഒരു ആർക്കിടെക്ചറാണ്. ORBയുടെ ആർക്കിടെക്ചർ നോക്കുമ്പോൾ ORB ഇൻ്റർഫേസ് ഉണ്ട്. അത് ക്ലയൻറ്റിലേക്ക് പോകുമ്പോൾ സ്റ്റബും DI എന്ന് പറയും, നമ്മൾ പഠിക്കും DI എന്താണെന്ന്. സെർവറിലേക്ക് പോകുമ്പം സ്കെൽറ്റനും DSIയും ആയി മാറുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സർവീസ് ഡബിൾ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ORB ഇൻ്റർഫേസ് ക്ലയൻറ്റും സെർവറുമായിട്ട് കണക്ട് ചെയ്യുന്നു. അത് ക്ലയൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്റ്റബിലൂടെയും സെർവറുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്കെൽറ്റനിലൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ വരുന്നത് ഒരു ഓബ്ജക്റ്റ് അഡാപ്റ്ററാണ്. DSIയും ഓബ്ജക്റ്റ് അഡാപ്റ്ററും. ഈ കാര്യങ്ങളെ എക്സ്പ്ലനേഷൻ നമ്മളിൽ പഠിക്കുന്നുണ്ട്. എന്താണ് ഇവയൊക്കെ എന്ന് നമുക്ക് പഠിക്കാം. DI എന്താണെന്നും സ്റ്റബ് എന്താണെന്നും സ്ട്രക്ചർ എന്താണ്, സ്കെൽറ്റൺ എന്താണെന്നും ഒക്കെ നമുക്കിനി മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാനായിട്ട് കഴിയും. നമ്മൾ ആദ്യമായിട്ട് ORBയെ പറ്റി പറയുമ്പോൾ കോർബയുടെ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കോമ്പണൻ്റ് ആണ്. കോർബാസ് മോസ്റ്റ് ഫണ്ടമെൻ്റൽ കോമ്പണൻ്റ് ഈസ് ദി ഒബ്ജക്റ്റ് റിക്വസ്റ്റ് ബ്രോക്കർ, ORB എന്നറിയപ്പെടുന്നത് അവയുടെ ഫണ്ടമെൻ്റൽ കോമ്പണൻ്റ് ആണ്. ഹുസ് ടാസ്ക് ഈസ് ടു ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ORB ഉപയോഗിക്കുന്നതെന്ന് കാണാനായിട്ട് കഴിയും. രണ്ട് ഓബ്ജക്റ്റുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. ദ മെയിൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ORB ഈസ് ടു ട്രാൻസ്മിറ്റ് ദ ക്ലയൻറ്റ് റിക്വസ്റ്റ് ടു സെർവർ ആൻഡ് ഗെറ്റ്സ് ദ റെസ്പോൺസ് ബാക്ക് ടു ദ ക്ലയൻറ്റ്. ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്കും സെർവർ തരുന്ന റിക്വസ്റ്റിനെ തിരിച്ച് ക്ലയൻറ്റിനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ORB ഉപയോഗിക്കുക എന്നതാണ്. ORB abstracts out the complexities of service invocation across networks and makes service invocation by clients seamlessly and easy. ORBയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായി നമ്മളൊരു സർവീസ് ഇൻവോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേയധികം ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു സർവീസിൽ നിന്ന് വേറൊരു സർവീസ് ഇൻവോക്ക് ചെയ്യാനായിട്ട് നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ. അതുപോലെ തന്നെ സർവീസ് ഇൻവോക്കേഷൻ എന്ന് പറയുന്നത് വളരെ ലളിതകരമായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉപയോഗപ്പെടുത്താനായിട്ടുമാണ് ഈ സംവിധാനം ഉപയോഗിക്കുന്നത് കാണാനായിട്ട്. ഇപ്പോൾ നമ്മളൊരു ഓഫീസിൽ പോയിട്ട് ഒരു റിക്വസ്റ്റ് വേണ്ടി വയ്ക്കുന്നു. ആ റിക്വസ്റ്റ് വയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു കാര്യമല്ല, പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇതിനകത്തന്നെ പല സീറ്റുകളിൽ നിന്ന് ആ ഫയൽ മൂവ് ചെയ്യിക്കേണ്ടി വരും എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കുക, എന്ത് കോംപ്ലിക്കേറ്റഡാണ്. നമ്മളവിടെ പോയി ഓരോ ഓഫീസിലും കയറി ഇറങ്ങി ആ ഓഫീസിനകത്തുള്ള ഓരോ സെഷനകത്തും സീറ്റ് ബൈ സീറ്റായിട്ട് പോയിട്ട് നമ്മുടെ ഫയൽ മൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ലളിതകരമായിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നു ഒരാളെ നമ്മൾ ചുമതലപ്പെടുത്തുന്നു അല്ലേ. അതുപോലെയൊക്കെ തന്നെ ORBക്കകത്തും ORBയുടെ സഹായം അത് തന്നെയാണ്. ഒത്തിരി കോംപ്ലിക്കേഷൻ ഉള്ള കേസുകളിൽ അല്ലേ, ഇൻവോക്ക് ചെയ്യേണ്ടി വരുന്ന കേസുകൾ, സർവീസസ് ഇൻവോക്ക് ചെയ്യേണ്ട കേസുകളിലൊക്കെ നമുക്ക് ലളിതമായിട്ട് അത്തരം സാഹചര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് ഈ ORB സഹായിക്കുന്നത്. ORB simplifies distributed programming by decoupling clients from the details of service invocation. അപ്പോൾ ഇവിടെ ഒരു ഡീകപ്ലിംഗ് നടക്കുന്നുണ്ട്. ക്ലയൻറ്റുകൾക്ക് യഥാർത്ഥത്തിൽ സർവീസ് ഇൻവോക്കേഷൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കഴിയത്തില്ല, അറിയണമെന്ന് നിർബന്ധമില്ല.
ORB ആണ് അതിന് ഇടനിലക്കാരനായിട്ട്. ORB സിംപ്ലിഫൈസ് ദി ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഗ്രാമിങ്ങിന് സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. അവിടെ ഡീകപ്ലിംഗ് ക്ലയൻസ് ഫ്രം ഡീറ്റെയിൽസ് ക്ലയൻറ്റിൽ നിന്നും മറച്ചു വയ്ക്കുന്നു, ഡീകപ്പിൾ ചെയ്യുന്നു. ക്ലയൻറ്റിന് അറിയേണ്ട കാര്യമില്ല. ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് ചോദിക്കുന്നു, ആ റിക്വസ്റ്റ് സെർവറിൽ നിന്ന് സർവീസ് ചെയ്ത് കിട്ടുന്നു. അതിനറിയേണ്ട കാര്യമില്ല എന്തൊക്കെ കാര്യങ്ങൾ ഉള്ളിൽ നടക്കുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻറ്റേർണൽ ഡീറ്റെയിൽസ് വെളിവാകത്തില്ല എന്ന് മനസ്സിലാക്കാനായിട്ട്. ദിസ് മേക്സ് ക്ലയൻറ്റ് റിക്വസ്റ്റ് അപ്പിയർ ടു ബി ലോക്കൽ പ്രൊസീജിയർ. അതുകൊണ്ട് തന്നെ ലോക്കൽ പ്രൊസീജിയർ കോൾ ഉപയോഗിച്ച് ക്ലയൻറ്റിന് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നു. പിന്നെ ക്ലയൻറ്റ് ഇൻവോക്ക് ആൻ ആപ്ലിക്കേഷൻ ആൻ ഓപ്പറേഷൻ. ദ ORB ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫൈൻഡിങ് ദ ഒബ്ജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ അല്ലേ. ക്ലയൻറ്റ് ഒരു ഓപ്പറേഷൻ ഇൻവോക്ക് ചെയ്ത് കഴിയുമ്പോൾ ORBയുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്താണ് ഒബ്ജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളതും ട്രാൻസ്പാരൻ്റ്ലി ആക്ടിവേറ്റിംഗ് ചെയ്യുക എന്നുള്ളതും ഡെലിവറിങ് ദ റിക്വസ്റ്റ് ദ ഒബ്ജക്റ്റുകൾ അല്ലേ ഈ കിട്ടിയ റിക്വസ്റ്റുകൾ ഒബ്ജക്റ്റിലേക്ക് ഡെലിവർ ചെയ്യുക എന്നുള്ളതും അതിൻ്റെ റിട്ടേണിങ്ങിൻ്റെ റെസ്പോൺസിബിലിറ്റി കോളർ കിട്ടുന്ന ആൾ നൽകുന്ന ഇൻഫർമേഷൻ തിരിച്ചു കൊടുക്കുക എന്നൊക്കെ ഉള്ളത് ഈ ഇടനിലക്കാരനായിട്ടുള്ള ORBയുടെ ഉത്തരവാദിത്തമാണെന്ന് കാണാനായിട്ട് കഴിയും. ORB അലൗസ് ഓബ്ജക്ട്സ് ടു ഹൈഡ് ദെയർ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽ ഫ്രം ക്ലയൻറ്റ് അല്ലേ. ഇവിടെയും കാണാനായിട്ട് ORB എന്ത് ചെയ്യുന്നു, ഹൈഡ്സ് ദി ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ഫ്രം ക്ലയൻറ്റ് അല്ലേ. ക്ലയൻറ്റിൽ നിന്നും അത്തരം ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽ മറച്ചു വയ്ക്കുന്നു എന്നും കാണാം. ദി ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് എ പ്രോഗ്രാം ദാറ്റ് ആർ ഹിഡൻ ഫ്രം ദി ക്ലയൻറ്റ് ഇൻക്ലൂഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതെന്നും ഇത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഉപയോഗിക്കുന്നതെന്നും അതിൻ്റെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഹാർഡ്വെയറും അത് ഏത് ലൊക്കേഷനിലാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ മറച്ചു വയ്ക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അതറിയേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. സ്റ്റബ്സ് ആൻഡ് സ്കെൽട്ടൺസ് അല്ലേ, നമ്മൾ കണ്ടു. സ്റ്റബ് എന്ന് പറയുന്നത് ക്ലയൻറ്റിലേക്കും സ്കെൽട്ടൺ എന്ന് പറയുന്നത് സെർവറിലേക്കും നമ്മളെ കണക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. യൂസിങ് കോർബ ഇംപ്ലിമെൻറ്റേഷൻ ക്ലയൻറ്റ്സ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ടു ദ സെർവർ ഇൻ 2 ways. 2 തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ബൈ യൂസിങ് സ്റ്റബ് ഓർ ബൈ യൂസിങ് ഡൈനാമിക് ഇൻവൊക്കേഷൻ ഇൻ്റർഫേസ്. സ്റ്റബ് അല്ലെങ്കിൽ DII ഉപയോഗിച്ചിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ദ സ്റ്റബ്സ് ഹെൽപ്പ് സ്റ്റാറ്റിക് സർവീസ് ഇൻവൊക്കേഷൻ. സ്റ്റബ് സഹായിക്കുന്നത് സ്റ്റാറ്റിക് ആയിട്ട് സർവീസ് ഇൻവൊക്കേറ്റ് ചെയ്യാനാണ് സഹായിക്കുന്നത്. വേർ എ ക്ലയൻറ്റ് റിക്വസ്റ്റ് ഫോർ എ സ്പെസിഫിക് സർവീസ് യൂസിങ് എ റിക്വയർഡ് പാരാമീറ്റേഴ്സ് അല്ലേ. അവിടെ ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സർവീസിന് വേണ്ടി അല്ലേ ആവശ്യമുള്ള പാരാമീറ്ററും നൽകിയതിന് ശേഷം ക്ലയൻറ്റ് അതിനുള്ള റിക്വസ്റ്റ് വയ്ക്കുന്നതായിട്ട് കാണാം. ഡൈനാമിക് സർവീസ് ഇൻവൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റ് നീഡ് നോട്ട് ബിഫോർ ഹാൻഡ് അല്ലേ എബൌട്ട് ദി റിക്വയർഡ് പാരാമീറ്റർ. നമ്മൾ ക്ലയൻറ്റ് നേരത്തെ അറിയേണ്ട കാര്യമില്ല, എന്തൊക്കെ പാരാമീറ്ററാണ് കൊടുക്കേണ്ടതെന്ന് അറിയേണ്ട കാര്യമില്ല. അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് തീരുമാനിച്ചാൽ മതിയാകും എന്നുള്ളതാണ് ഡൈനാമിക് സർവീസ് ഇൻവൊക്കേഷൻ്റെ പ്രത്യേകത. അതായത് ആദ്യമേ അറിയേണ്ട കാര്യമില്ല, എപ്പോഴാണോ അത് എനേബിൾ ചെയ്യുന്നത് ആ സമയത്ത് കൊടുത്താൽ മതിയാകും എന്നുള്ളതാണ്. ദോ ഡൈനാമിക് സർവീസ് ഇൻവൊക്കേഷൻ ഈസ് മോർ ഫ്ലെക്സിബിൾ. അതുകൊണ്ട് തന്നെ ഡൈനാമിക് സർവീസ് ഇൻവൊക്കേഷൻ വളരെ ഫ്ലെക്സിബിൾ ആകുന്നു. സ്റ്റാറ്റിക് സർവീസ് ഇൻവൊക്കേഷൻ ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ ഡൈനാമിക് സർവീസ് ഇൻവൊക്കേഷൻ. സ്റ്റാറ്റിക് സർവീസ് ഇൻവൊക്കേഷനാണ് ഡൈനാമിക് സർവീസ് ഇൻവൊക്കേഷനേക്കാളും വളരെ എളുപ്പമുള്ള സംഗതി എന്ന് കാണാനായിട്ട് കഴിയും. മോർ എഫിഷ്യൻ്റ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ ഡൈനാമിക് സർവീസ് ഇൻവൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ മാറേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ ഫീസ് കൊടുക്കണമെന്ന് വിചാരിക്കുക. ഒരു രീതി എന്ന് പറയുന്നത് സ്റ്റാറ്റിക് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ തന്നുവിടാം. ചിലപ്പോൾ ആ ദിവസം സ്കൂളിൽ ചോദിച്ചെന്നിരിക്കും, ചിലപ്പോൾ അടുത്ത ദിവസം തന്നെ ചോദിച്ചെന്നിരിക്കും. ഈ പൈസ കളയാതെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് കുട്ടിയുടെ ഉത്തരവാദിത്തമായിട്ട് മാറുന്നു. ഇതിന് ഒരു സ്റ്റാറ്റിക് സർവീസ് ഇൻവൊക്കേഷൻ എന്ന് പറയാം. പക്ഷേ ഡൈനാമിക് സർവീസ് ഇൻവൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാരൻറ്റ് പറയുന്നതൊന്നും പേടിക്കണ്ട, എപ്പോഴാണോ ടീച്ചർ ചോദിക്കുന്നത് അന്നെൻ്റെ പറഞ്ഞാൽ അത് ഏത് സമയത്ത് വേണമെങ്കിലും ഞാൻ ട്രാൻസ്ഫർ ചെയ്തോളാം. അപ്പോൾ എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറയുന്നതാണ് ഡൈനാമിക് സർവീസ് ഇൻവൊക്കേഷൻ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയുക. എപ്പോഴാണോ ഇൻവോക്ക് ചെയ്യുന്നത് ആ സമയത്ത് അത് കണ്ടുപിടിച്ചോളൂ എന്നുള്ളതാണ്. ഇനി ഓബ്ജക്റ്റ് അഡാപ്റ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവീസ് ഇൻവൊക്കേഷൻ ത്രൂ ഡൈനാമിക് ഇൻവൊക്കേഷൻ ഇൻ്റർഫേസസ് ട്രാൻസ്പാരൻ്റ്ലി ആക്സസ് ദ ഇൻ്റർഫേസ് റെപ്പോസിറ്ററി. ഇപ്പോൾ DI ഉപയോഗിച്ച് നമ്മൾ സർവീസ് ഇൻവൊക്കേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ട്രാൻസ്പാരൻ്റ്ലി ആക്സസ് അല്ലേ ഇൻ്റർഫേസ് റെപ്പോസിറ്ററി ആക്സസ് ചെയ്യുന്നത് കാണാനായിട്ട് കഴിയും. When an object gets created, it registers information about self with OA. ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർഫേസ് റെപ്പോസിറ്ററിയിൽ ആ ഓബ്ജക്റ്റിനെ പറ്റിയുള്ള വിവരം ആഡ് ചെയ്യുന്നത് കാണാനായിട്ട് കഴിയും. DI gets the relevant information from the IR and lets the client know about the interfacing being used. DI എന്ത് ചെയ്യുന്നു, റിലവൻറ്റ് ഇൻഫർമേഷൻ IRൽ നിന്ന് എടുത്തിട്ട് ക്ലയൻറ്റിന് എന്ത് ചെയ്യുന്നു, ഇൻ്റർഫേസിൽ ഏത് ഇൻ്റർഫേസാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള വിവരം നൽകുന്നു എന്ന് കാണാനായിട്ട് കഴിയും. കോർബയുടെ ഇംപ്ലിമെൻറ്റേഷനായിട്ട് സെവറൽ കോർബ ഇംപ്ലിമെൻറ്റേഷൻ അവൈലബിൾ ആണ്.
ഒന്നെന്ന് പറയുന്നത് വിസി ബ്രോക്കർ. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. വിസി ബ്രോക്കർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, ബോർലാൻഡിൻ്റെയാണ്. ഇതാണ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള കോർബ ഇംപ്ലിമെൻറ്റേഷൻ. നെറ്റ്സ്കേപ്പ് ബ്രൗസർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ വിസി ബ്രോക്കർ. ദെർഫോർ കോർബ ആപ്ലിക്കേഷൻസ് ക്യാൻ റൺ യൂസിങ് നെറ്റ്സ്കേപ്പ് വെബ് ബ്രൗസറുമായിട്ട്, നാവിഗേറ്റർ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസറുമായിട്ട് നമുക്ക് ഇതിനെ കൊളാബറേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇൻ അതർ വേർഡ്സ്, നെറ്റ്സ്കേപ്പ് ബ്രൗസർ ക്യാൻ ആക്ട് ആസ് എ ക്ലയൻറ്റ് ഫോർ കോർബ ആപ്ലിക്കേഷൻ. ഇപ്പോൾ കോർബ ആപ്ലിക്കേഷൻ്റെ ക്ലയൻ്റായിട്ട് നമുക്ക് നെറ്റ്സ്കേപ്പ് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. നെറ്റ്സ്കേപ്പ് ഈസ് ആൻ എക്സ്ട്രീംലി പോപ്പുലർ ആൻഡ് ദെയർ ആർ സെവറൽ മില്യൺസ് ഓഫ് കോപ്പീസ് ഇൻസ്റ്റാൾഡ് ഓൺ ഡെസ്ക്ടോപ്പ് അക്രോസ് ദ വേൾഡ്. അല്ലേ, നെറ്റ്സ്കേപ്പ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കോർബ ഇംപ്ലിമെൻറ്റേഷനായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒത്തിരി ആൾക്കാർ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓർബിക്സ്, ലോണ ടെക്നോളജിയുടെ ഓർബിക്സ് ഇതിൻ്റെ എക്സാമ്പിളാണ്. അതുപോലെ ജാവ ഐഡിയലും ഇതിന് കോർബയ്ക്ക് എക്സാമ്പിളായിട്ട് കാണാനായിട്ട് കഴിയും. ഇനി നമ്മൾ പോകുന്നത് സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചറിലേക്കാണ്. എന്താണ് സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ എന്ന് കൊടുക്കാം. പ്രിൻസിപ്പിൾ ഹാവ് ദ റൂട്ട്സ് ഇൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ. സാധാരണ നമുക്ക് നോക്കും ഇതിൻ്റെ ഇൻ പ്രിൻസിപ്പിൾ ഇവയുടെ റൂട്ട് സർവീസ് ഓറിയൻറ്റേഷൻ ആർക്കിടെക്ചറിൻ്റെ റൂട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനിലാണെന്ന് കാണാനായിട്ട് കഴിയും. SOA views software as providing a set of services. SOA സംബന്ധിച്ചിടത്തോളം SOA സോഫ്റ്റ്വെയറിനെ കാണുന്നത് സോഫ്റ്റ്വെയർ ആസ് പ്രൊവൈഡിങ് എ സെറ്റ് ഓഫ് സർവീസ്, ഒരു കൂട്ടം സർവീസസ് കൊടുക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് കാണുന്നത്. ഈച്ച് സർവീസ് കമ്പോസ്ഡ് ഓഫ് സ്മോൾ സർവീസസ്. ഓരോ സർവീസസും മറ്റു ചില ചെറിയ ചെറിയ സർവീസസ് ഉൾപ്പെട്ടതാണെന്ന് കാണാനായിട്ട് കഴിയും. സർവീസ് ആർ ഇംപ്ലിമെൻറ്റഡ് ആൻഡ് പ്രൊവൈഡഡ് ബൈ എ കോമ്പണൻറ്റ് ഫോർ യൂസ് ബൈ ആൻ ആപ്ലിക്കേഷൻ ഡെവലപ്പർ. സർവീസസ് ആർ ഇംപ്ലിമെൻറ്റഡ് ആൻഡ് പ്രൊവൈഡഡ് ബൈ ആൻ കോമ്പണൻറ്റ് ഫോർ യൂസ് ബൈ ആൻ ആപ്ലിക്കേഷൻ ഡെവലപ്പർ. ഈ സർവീസസൊക്കെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതും ആസ് ബൈ എ കോമ്പണൻറ്റ് ഫോർ യൂസ്, ഒരു കോമ്പണൻ്റ് ആയിട്ടാണെന്ന് കാണാനായിട്ട് കഴിയും. ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പറാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എ സർവീസ് ഈസ് എ കോൺട്രാക്ച്വലി ഡിഫൈൻഡ് ബിഹേവിയർ. സർവീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കോൺട്രാക്ച്വലി ഡിഫൈൻഡ് ബിഹേവിയർ ആണ്. ഒരു പ്രത്യേക ഉത്തരവാദിത്വം ചെയ്യാനായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണെന്ന് കാണാനായിട്ട്. ദാറ്റ് ഈസ് എ കോമ്പണൻറ്റ് providing a service guarantees that its behavior is as per the specification. അപ്പോൾ ഒരു കോമ്പണൻ്റ് സർവീസ് ഗ്യാരണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഒരു ബിഹേവിയർ ആസ് പെർ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എൻ്റെ അർത്ഥം. ഫ്യൂ എക്സാമ്പിൾ ഓഫ് സർവീസസ് ആർ ഫില്ലിംഗ് ഔട്ട് ആൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ. അതൊരു സർവീസാണ്, ഓൺലൈൻ സർവീസാണ്. വ്യൂയിങ് ആസ് എൻ ഓൺലൈൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, ആൻഡ് പ്ലേസിങ് ആൻ ഓൺലൈൻ ബുക്കിംഗ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓൺലൈൻ ഉപയോഗിച്ച് ചെയ്യുന്ന എന്തൊരു സർവീസിനെ നമുക്ക് എക്സാമ്പിളായിട്ട് പരിഗണിക്കാനായിട്ട് കഴിയും. ഡിഫറെൻറ്റ് സർവീസ് ഇൻ ആൻ ആപ്ലിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. ദ സർവീസ് ആർ സെൽഫ് കണ്ടെയ്ൻഡ് അല്ലെ, എല്ലാ സർവീസും സെൽഫ് കണ്ടെയ്ൻഡ് ആണ്. ദാറ്റ് ഈസ് സർവീസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി കോൺടെക്സ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് അതർ സർവീസസ് അല്ലേ. സർവീസസ് ആർ ദാറ്റ് ഈസ് സെൽഫ് കണ്ടെയ്ൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇത് മറ്റൊന്നിനെ ആശ്രയിക്കാതെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. An application integrating different services works within a distributed system architecture-നകത്താണ് വർക്ക് ചെയ്യുന്നത്. The main idea behind SOA is to build application by composing software services. അല്ലെ, സോഫ്റ്റ്വെയർ സർവീസ്, നിലവിലുള്ള സോഫ്റ്റ്വെയർ സർവീസ് കമ്പോസ് ചെയ്ത് കൂട്ടിച്ചേർത്തിട്ട് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് SOAയുടെ പ്രധാന ഉത്തരവാദിത്വം. അപ്പോൾ പലതരം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് പല ആൾക്കാരും പല സൈറ്റിലായിട്ടുണ്ട്. അവയൊക്കെ കോർത്തിണക്കി പുതിയൊരു സാധനം ഉണ്ടാക്കുക എന്നുള്ളതാണ് സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചറിൻ്റെ ഉത്തരവാദിത്തമാണ്. SOA പ്രിൻസിപ്പലി ലെവറേജസ് ദ ഇൻ്റർനെറ്റ് ആൻഡ് എമർജിങ് ആസ് എ സ്റ്റാൻഡേർഡൈസേഷൻ ഓൺ ഇറ്റ് ഫോർ ഇൻ്റർഓപ്പറബിലിറ്റി എമംഗ് വേരിയസ് സർവീസസ് അല്ലേ. പല സർവീസസ് തമ്മിൽ ഇൻ്റർഓപ്പറബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഉയർന്നു വരുന്ന എമർജ് ചെയ്ത് വരുന്ന ഒരു സ്റ്റാൻഡർഡൈസേഷനായിട്ട് നമുക്ക് SOA അനുമാനിക്കാം. An application is built using the services available on the internet and writing only the missing out. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ചെയ്തിരിക്കുന്നത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സർവീസ് ഉപയോഗിച്ചിട്ടാണ് അവ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിൽ നിന്ന് എടുക്കുകയും അതിൽ ചെറിയ മോഡിഫിക്കേഷനും മാറ്റങ്ങളും ഒക്കെ വരുത്തി കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടാണ് അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാകുന്നത്. സെവറൽ സിമിലാരിറ്റീസ് ഈ സർവീസസും കോമ്പണൻസും തമ്മിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത് റീയൂസ് ആണ്. ബോത്ത് എ കോമ്പണൻ്റ് ആൻഡ് സർവീസസ് ആർ റീയൂസ്ഡ് അക്രോസ് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ. മൾട്ടിപ്പിൾ ആപ്ലിക്കേഷനിൽ നമുക്ക് കോമ്പണൻറ്റും സർവീസും റീയൂസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു നേട്ടം. രണ്ട് ജനറിക്കാണ് ഈ സർവീസസും കോമ്പണൻസും ഈവൻ ദോ ടു ബി യൂസ്ഫുൾ ഫോർ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ. ഒത്തിരി വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷന് വ്യതിയാനങ്ങളൊന്നും വരുത്താതെ തന്നെ ഇവ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുള്ളതുകൊണ്ട് അതിന് ജനറിക് എന്ന് പറയാനായിട്ട് കഴിയും ഇത്തരത്തിലുള്ള സർവീസസുകളെ. കമ്പോസബിൾ ആണ് അല്ലേ, സർവീസസും കോമ്പണൻസും ഇൻ്റഗ്രേറ്റഡ് ടുഗദർ ടു ഡെവലപ്പ് ആൻ ആപ്ലിക്കേഷൻ. നിലവിലുള്ള സർവീസും കോമ്പണൻസും ഉപയോഗിച്ച് നിങ്ങൾക്ക് പുതിയവ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടെന്നാണ് അതിനെ കമ്പോസബിൾ എന്ന് പറയുന്നത് അല്ലേ. ഒരു സോങ് കമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഒരു പല ട്യൂണുകൾ കൂട്ടിച്ചേർത്ത് ഒരു പുതിയ ട്യൂൺ ഉണ്ടാക്കുക. അതുപോലെ പല സർവീസും അവൈലബിൾ ആയിട്ടുള്ള പല സർവീസസും കോമ്പണൻറ്റിനെയും കൂട്ടി ഇണക്കി കമ്പോസബിൾ ആയിട്ടുള്ള സാധനം ഉണ്ടാക്കുക.
then encapsulated. Both components and services are non-investigable through their interfaces അല്ലേ. അപ്പോൾ അതുകൊണ്ട് എൻകാപ്സുലേഷൻ ഉണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. രണ്ട് ബോത്ത് കോമ്പണൻസ് ആൻഡ് സർവീസ് ആർ നോൺ ഇൻവെസ്റ്റിഗേറ്റബിൾ. നിങ്ങൾക്ക് അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിനകത്തുള്ള പ്രശ്നങ്ങൾ അതിനകത്ത് എങ്ങനെ വർക്ക് ചെയ്യുന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം അതൊരു സെക്യൂരിറ്റി മെക്കാനിസത്തിൻ്റെ ഭാവന എൻകാപ്സുലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കാണാനായിട്ട് കഴിയും. ഇൻഡിപെൻഡൻറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് വേർഷനിങ് അല്ലെ. ഓരോ കോമ്പണൻറ്റിനെ സർവീസിനെ സംബന്ധിച്ചിടത്തോളം അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്, വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണ് അത് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ കണ്ടിന്യൂ ടു ഇവോൾവ് ഇൻഡിപെൻഡൻ്റ്ലി. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലനിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ ലൂസ്ലി കപ്പിൾഡ് ആണ്. ബോത്ത് ആപ്ലിക്കേഷൻ ഡെവലപ്പ് യൂസിങ് കോമ്പണൻറ്റ് പാരഡിം ആൻഡ് SOA പാരഡിം ഹാവ് ലൂസ്ലി കപ്പിൾഡ് ഇൻകറൻറ്റ് ടു ദം അല്ലെ. ലൂസ്ലി കപ്പിൾഡ് ആണെന്നും കാണാനായിട്ട്. Instead of services embedding calls to each other in their source code, services use well-defined protocols ഉപയോഗിക്കുന്നുണ്ട്, which describes how service can talk to each other. സർവീസസ് തമ്മിൽ നല്ല പ്രോട്ടോകോൾസ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർവീസസ് തമ്മിൽ പരസ്പരം സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് there are rules for that. This architecture facilitates a business expert, process expert to tailor an application as per requirement അല്ലേ. അപ്പോൾ ടൈലറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ തന്നെ കട്ട് ഷോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയൊരു ആപ്ലിക്കേഷൻ, പുതിയൊരു സാധനം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ നേട്ടം. ടു മീറ്റ് ന്യൂ ബിസിനസ് റിക്വയർമെൻറ്റ്, നിങ്ങൾക്ക് പുതിയ ആവശ്യം വരുമ്പോൾ ദ ബിസിനസ് പ്രോസസ് എക്സ്പെർട്ട് ക്യാൻ ലിങ്ക് ആൻഡ് സീക്വൻസസ് സർവീസസ് ഇൻ എ പ്രോസസ് നോൺ ആസ് ഓർക്കസ്ട്രേഷൻ. ഓർക്കസ്ട്രേഷൻ എന്നുള്ള പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് പല സർവീസസും നമുക്ക് ലിങ്ക് ചെയ്യാനും അതിനെ സീക്വൻസ് ആയിട്ട് ആക്കി പുതിയ സർവീസായിട്ട് മാറ്റാനും കഴിയുമെന്നുള്ളതാണ്. SOA targets fairly large chunks of occasionally to be strung together to form a new service അല്ലേ. വളരെ കുറേ ഫംഗ്ഷൻ എടുത്ത് സ്ട്രങ് ടുഗദർ, അതിനെ ഒരു മാലയിലെ പോലെ മുത്തുകളെ പോലെ കോർത്തിണക്കി നിങ്ങൾക്ക് പുതിയൊരു സർവീസായിട്ട് മാറ്റാനായിട്ട് കഴിയും. ദാറ്റ് ഈസ് ലാർജ് സർവീസ് ക്യാൻ ബി ഡെവലപ്ഡ് ബൈ ഇൻ്റഗ്രേറ്റിംഗ് എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ സർവീസ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സർവീസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വലിയ സർവീസായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നു. ലാർജർ ദ ചങ്ക്സ് ദ ഫ്യൂവർ ദ ഇൻ്റർഫേസസ് ആർ റിക്വയർഡ്. അപ്പോൾ ഓരോ സോഫ്റ്റ്വെയർ ഉണ്ട്, അതിനകത്ത് ഉപയോഗിക്കുന്ന ഓബ്ജക്റ്റുകളുടെ വലിപ്പം കൂടുമ്പോൾ വളരെ കുറച്ച് ഓബ്ജക്റ്റുകളുടെ മതിയായിരിക്കും ആ സർവീസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആവശ്യമുള്ള ഇൻ്റർഫേസിങ്ങിൻ്റെ എണ്ണം കുറയുന്നെന്ന് കാണും. ദിസ് ലീഡ്സ് ടു ഫാസ്റ്റർ ഡെവലപ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വേഗതയിൽ SOA ഉപയോഗിച്ച് നമുക്ക് ഡെവലപ്മെൻറ്റ്സ് നടത്താൻ പറ്റുമെന്നുള്ളതാണ്. കാരണം പല സാധനങ്ങളും പല ആൾക്കാരും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അവയെടുത്ത് കമ്പൈൻ ചെയ്താൽ മതി. നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം അതുപോലെയാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ബിരിയാണി മേടിച്ചു തന്നിട്ടൊന്ന് വെള്ളത്തിലിട്ട് ചൂടാക്കി കഴിയുമ്പോൾ ബിരിയാണി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ പല സർവീസും പല ആൾക്കാരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ചെറിയൊരു കാര്യം നമ്മൾ ചെയ്താൽ മാത്രം നമുക്ക് ഒരു പുതിയ പ്രോഡക്റ്റായിട്ട് മാറ്റാൻ കഴിയുന്നുള്ളതാണ്. ഹൗവർ വെരി ലാർജ് ചങ്ക്സ് മേ പ്രൂവ് ടു ബി ഡിഫിക്കൽട്ട് ടു റീയൂസ് അല്ലേ. നമുക്ക് കാണാനായിട്ട് കഴിയും ലാർജ് ചങ്ക് എന്ന് പറയുന്നത് അല്ല, നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല നമുക്ക് കാണാൻ കഴിയും. അവസാനമായിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്താണെന്നുള്ളത് നോക്കാം. ബോയിങ് സോഫ്റ്റ്വെയർ ഈസ് വെരി എക്സ്പെൻസീവ് അല്ലേ. ഒരു സോഫ്റ്റ്വെയർ മേടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മളൊക്കെ തന്നെ അറിയാം, വലിയ വലിയ സോഫ്റ്റ്വെയർസ് 50 ലക്ഷം രൂപയാവുന്ന സോഫ്റ്റ്വെയർ 1 ലക്ഷം രൂപയാവുന്ന ഉള്ള കമ്പ്യൂട്ടറിനകത്ത് വർക്ക് ചെയ്യുന്നത് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഹാർഡ്വെയറിൻ്റെ വില നോക്കുമ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ വില ഭയങ്കര കൂടുതലായിട്ടാണെന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ അത് സാധാരണക്കാരന് താങ്ങാനായിട്ട് കഴിയണമെന്നില്ല. സാധാരണയായിട്ട് IT ബഡ്ജറ്റ് നൗ ഗോസ് ഇൻ സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ അസെറ്റ്. മോസ്റ്റ് ഓഫ് ദി IT ബഡ്ജറ്റ് അല്ലേ. IT ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സോഫ്റ്റ്വെയർ വാങ്ങാനാണ് ഒത്തിരി ചിലവാകുന്നത്. അതുകൊണ്ട് തന്നെ ദ സപ്പോർട്ട് കോസ്റ്റ് ഇൻക്ലൂഡ്സ് ആനുവൽ ഒരു സോഫ്റ്റ്വെയർ മേടിച്ചാലോ അതിന് ആനുവൽ മെയിൻ്റെനൻസ് കോസ്റ്റ്, കീപ്പിംഗ് ദ സോഫ്റ്റ്വെയർ സെക്യൂർ ആൻഡ് ഫ്രീ, വൈറസ് ഫ്രീ ആക്കണം, ആൻഡ് ടോക്കിംഗ് റെഗുലർ ബാക്കപ്പ് ഉണ്ടാകണം, പുതിയ അപ്ഡേഷൻസ് വരും, അത് ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള പണികൾ അഡീഷണലായിട്ട് വീണ്ടും വേണ്ടി വരും. ബട്ട് ഓഫൺ ദ യൂസ് ഓഫ് എ സ്പെസിഫിക് സോഫ്റ്റ്വെയർ പാക്കേജ് ഡസ് നോട്ട് എക്സസ് ദ കപ്പിൾ ഓഫ് അവേഴ്സ് ഓഫ് യൂസേജ് പെർ വീക്ക് അല്ലേ. നമുക്ക് ഈ പല സ്പെസിഫിക് സോഫ്റ്റ്വെയറുകളും വല്ലപ്പോഴും ആയിരിക്കും നമുക്ക് ഉപയോഗം വരുന്നത് അല്ലേ. നമുക്ക് എപ്പോഴും ഉപയോഗം വരുന്നതായിരിക്കത്തില്ല, പക്ഷേ വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ആ സോഫ്റ്റ്വെയറിന് ഒത്തിരി എമൗണ്ട് നമ്മൾ കൊടുത്ത് നമ്മൾ വാങ്ങേണ്ടി വരും. ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമുക്ക് എക്കണോമിക്കൽ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ നമുക്ക് സർവീസായിട്ട് കിട്ടുമെങ്കിൽ അതിനെ ഹയർ ചെയ്യുകയും നമ്മൾ എത്ര മണിക്കൂറാണോ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിന് കാശ് കൊടുക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗം. ദിസ് വുഡ് ബി ഫ്രീ ദ യൂസർ ഫ്രം ബോദറൻസ് ഓഫ് മെയിൻ്റനൻസ്. നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല, അപ്ഗ്രേഡേഷനെ പറ്റി, ബാക്കപ്പിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു വാഹനം മേടിച്ചാൽ അത് തന്നെയാണ്. ഒരു വാഹനം സ്വന്തമായിട്ട് വല്ലപ്പോഴാണ് നിങ്ങൾക്ക് യാത്രയാണെങ്കിൽ നിങ്ങളൊരു വാഹനം മേടിച്ചതോ ഇടത്തില്ല. കാരണം അത് മെയിൻറ്റെയിൻ ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചിലവ് നോക്കുമ്പോൾ വല്ലപ്പോഴാണ് യാത്രയെങ്കിൽ അന്ന് വാഹനം വാടകയ്ക്ക് എടുത്ത് പോകുന്നതല്ലേ നല്ലത്. റെഗുലർ ഉപയോഗമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത്തരത്തിൽ വാങ്ങാറുള്ളൂ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയറിനെ നമുക്ക് സർവീസായിട്ട് ഓപ്റ്റ് ചെയ്യും. നമ്മളൊരു സോഫ്റ്റ്വെയർ വില കൂടിയ സോഫ്റ്റ്വെയർ മേടിക്കാതെ മറ്റാരിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യുന്നു, അത് നമുക്ക് കടത്തിന് റെൻ്റൽ നമുക്ക് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. ദിസ് ഈസ് ആക്ച്വലി വാട്ട് ഈസ് അഡ്വക്കേറ്റഡ് ബൈ സാസ്. ഇതാണ് സാസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. In this context, SaaS makes a case for a pay per usage of software rather than owing a software. ഞാൻ പറഞ്ഞ പോലെ
സ്വന്തമായിട്ട് വാങ്ങാതെ അല്ലെ എത്ര സമയം ഉപയോഗിക്കുന്നു അതിനുവേണ്ടി പേ ചെയ്ത് റെൻ്റലിന് എടുക്കുന്നതാണ്. SaaS ഈസ് എ സോഫ്റ്റ്വെയർ ഡെലിവറി മോഡലാണ് and involves customers to pay for any software per unit of usage with a price reflecting. As we can see, SaaS shifts ownership of the software from customer to a service provider. അപ്പോൾ നമുക്ക് ഓണർഷിപ്പ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല സോഫ്റ്റ്വെയറിൻ്റെ അല്ലേ, കസ്റ്റമർ എടുക്കേണ്ട കാര്യമില്ല, സർവീസ് പ്രൊവൈഡർ അത് എടുത്തോളൂ. സോഫ്റ്റ്വെയർ ഓണർ പ്രൊവൈഡ്സ് മെയിൻ്റനൻസും സോഫ്റ്റ്വെയർ ഓൺ ചെയ്തിരിക്കുന്ന ആൾ നമുക്ക് നൽകും. ഡെയിലി ടെക്നിക്കൽ ഓപ്പറേഷൻ ആൻഡ് സപ്പോർട്ട് ഫോർ ദ സോഫ്റ്റ്വെയർ എവറിഥിങ് വിൽ ബി ടേക്കൻ കെയർ ബൈ ദി supplier, the owner. Services are provided to the client on amount of usage basis. എത്ര നമ്മൾ ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾ പൈസ കൊടുത്താൽ മാത്രം മതിയായിരിക്കും. സർവീസ് പ്രൊവൈഡർ ഈസ് എ വെണ്ടർ ഹു ഹോസ്റ്റ് ദ സോഫ്റ്റ്വെയർ ആൻഡ് ലെറ്റ്സ് ദ യൂസേഴ്സ് ടു എക്സിക്യൂട്ട് ഓൺ ഡിമാൻഡ് ചാർജസ് പെർ unit time. As we can see, SaaS shift ownership of the software from customer to a service provider. Software owner provides maintenance, daily support. Software are provided to client on amount of usage basis. Service provider is a vendor who hosts the software and lets the users to execute on demand as per. It also shifts the responsibility for hardware and software management from customer to the provider. The cost of providing services reduces as more and more customers subscribe the service. ആലോചിച്ച് നോക്കിയേ, ഒത്തിരി ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ച് നമുക്കെന്ത് ചെയ്യുന്നു, ദ കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് സോഫ്റ്റ്വെയർ പ്രൊവൈഡിങ് സർവീസസ് റേറ്റ് കുറച്ച് കൊണ്ടുവരും. പണ്ട് ഒരു കേബിൾ ടെലിവിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഭയങ്കര റേറ്റ് ആയിരുന്നു അല്ലേ. ഒത്തിരി കോമ്പറ്റീഷൻ വന്ന സമയത്ത് ഒത്തിരി ആൾക്കാർ വരുന്ന സ്ഥിതിക്ക് എന്ത് ചെയ്യുന്നു, പ്ലേയേഴ്സ് കൂടുതൽ വരുന്നു. അപ്പോൾ സർവീസസിൻ്റെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയുന്നു. എലമെൻറ്റ്സ് ഓഫ് ഔട്ട്സോഴ്സിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ സർവീസ് പ്രൊവിഷനിങ് ആർ ഇംപ്ലിസിറ്റ് ഇൻ ദി SaaS മോഡൽ അല്ലേ. അപ്പോൾ ഔട്ട്സോഴ്സിങ്ങും ആപ്ലിക്കേഷൻ സർവീസ് പ്രൊവിഷനിങ്ങും ഒക്കെ SaaS മോഡലിനകത്ത് തന്നെ ഇൻബിൽറ്റ് ആണെന്ന് കാണാനായിട്ട് കഴിയും. ഓൾസോ ഇറ്റ് മേക്സ് ദ സോഫ്റ്റ്വെയർ ആക്സസിബിൾ ടു എ ലാർജ് നമ്പർ ഓഫ് കസ്റ്റമർ ഹു കനോട്ട് അഫോർഡ് പർച്ചേസ് ഓഫ് സോഫ്റ്റ്വെയർ. അല്ലെ, സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യാൻ കാശില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് ചീപ്പായിട്ടുള്ള റേറ്റ്. ടാർഗറ്റ് ലോങ് ടൈൽ ഓഫ് സ്മോൾ കസ്റ്റമേഴ്സ് അല്ലേ. അപ്പോൾ ഈ SaaSൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ചെറിയ കസ്റ്റമേഴ്സിൻ്റെ ഒത്തിരി കൂട്ടം, ഒരു വലിയ കൂട്ടം ഉണ്ടാക്കുക. മറ്റേ നമ്മൾ കാശ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ മാത്രമേ വാങ്ങത്തുള്ളൂ. ഇപ്പം നമ്മൾ പോയി കണ്ടിട്ടില്ലേ മാർജിൻ ഫ്രീ മാർക്കറ്റിൻ്റെയൊക്കെ സ്ട്രാറ്റജി. മാർജിൻ കൊടുക്കുക, വില കുറച്ച് കൊടുക്കുക, കൂടുതൽ ആൾക്കാരുമായിട്ട് മേടിപ്പിക്കുക. അപ്പോഴങ്ങനെ ആകുമ്പം ഒരു ദിവസം എൻ്റെ ഷോപ്പിനകത്ത് 10,000 പേര് ഞാൻ വരുത്തുന്നു. ഒരാളിൽ നിന്ന് എനിക്ക് 10 പൈസ ലാഭം കിട്ടിയാൽ ആലോചിച്ച് നോക്കിയേ, അല്ലെങ്കിൽ 1 രൂപ ലാഭം കിട്ടുന്നു. എന്നാൽ എനിക്ക് ഒരു ദിവസം 10,000 രൂപ ലാഭം, ഒരു കസ്റ്റമറിൽ നിന്ന് ഞാൻ 1 രൂപ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ, അതേ സ്ഥാനത്ത് ഈ 10,000-ൻ്റെ സ്ഥാനത്ത് എനിക്ക് ഒരു കസ്റ്റമറിൽ നിന്ന് ഞാൻ 100 രൂപ ലാഭം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വരുന്ന ആൾക്കാർ 10-20 പേരെ വരുന്നുണ്ടെങ്കിൽ 2,000 രൂപ കിട്ടുന്നുള്ളൂ 10,000-ൻ്റെ സ്ഥാനത്ത്. അപ്പോൾ ലോങ് ടൈൽ ഓഫ് സ്മോൾ കസ്റ്റമേഴ്സാണ് ടാർഗറ്റ്. അതാണ് SaaSൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇഫ് യു ക്യാൻ കമ്പയർ SaaS ടു SOA, വി ക്യാൻ ഒബ്സർവ് ദാറ്റ് SaaS ഈസ് എ സോഫ്റ്റ്വെയർ ഡെലിവറി മോഡലാണ്. എന്നാൽ SOA എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ കൺസ്ട്രക്ഷൻ മോഡലാണ്. സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മോഡലാണ് SOA, സോഫ്റ്റ്വെയർ ഡെലിവറി ചെയ്യാനായിട്ടുള്ള ഒരു മോഡലാണ് SaaS. Despite significant differences, SOA and SaaS expose closely related architecture model. മോഡൽസ് ഏകദേശം ക്ലോസ്ലി റിലേറ്റഡ് ആണ്. SaaS and SOA complement each other. രണ്ടും പരസ്പര പൂരകങ്ങളാണെന്ന് കാണാം. SaaS help to offer components for SOA to use അല്ലേ. അപ്പോൾ SOAയ്ക്ക് ആവശ്യമുള്ള ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമുള്ള കോമ്പണൻസ് SaaS പ്രൊവൈഡ് ചെയ്യുന്നതെന്നും കാണാനായിട്ട് കഴിയുന്നു. അതാണ് കോംപ്ലിമെൻറ്റിങ് ഈച്ച് അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം SOA സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള പല കോമ്പണൻസിനെ ക്ലബ് ചെയ്ത് പുതിയൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള കോമ്പണൻസ് SaaS കൊടുക്കുന്നു. അതാണ് കോംപ്ലിമെൻറ്റിങ്. SOA helps to help quickly realize SaaS അല്ലേ. SaaS റിയലൈസ് ചെയ്യാനായിട്ട് SOA സഹായിക്കുന്നു. തിരിച്ചു SaaS സോഫ്റ്റ്വെയറിന് ഒരു സർവീസ് ഉണ്ടാകണമെങ്കിൽ അതിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു ടീം വേണം. അതിന് SOA സഹായിക്കും. SOAയിൽ നിന്ന് സോഫ്റ്റ്വെയർ എടുത്തിട്ട് SaaS സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റ് ഉണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. ആൾസോ ദ മെയിൻ എനേബിളർ ഓഫ് SaaS ആൻഡ് SOA ആർ ഇൻ്റർനെറ്റ് ആൻഡ് വെബ് സർവീസസ് ടെക്നോളജിയാണ് SaaSൻ്റെ SOAയുടെയും പ്രധാനപ്പെട്ട എനേബിളേഴ്സ്. ഇതോടുകൂടെ എനിക്ക് തോന്നുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ മുഴുവൻ പോർഷനും കവർ ചെയ്തിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ എമർജിങ് ടെൻസ് കൂടെ ആകുമ്പോഴും സിലബസ് പൂർത്തീകരിച്ചു. ഇനി നമുക്ക് ചില എക്സാമിനേഷൻസും ടെസ്റ്റിങ്ങും റിവിഷൻസും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കാണാത്ത ആൾക്കാർ മുഴുവൻ വീഡിയോസും ഒന്ന് കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.